നമ്മള് കഴിഞ്ഞ 4 ദിവസത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ഹാർട്ട്, ബ്രെയിൻ, ബോഡി ഇത് തമ്മിലുള്ള കണക്ഷൻ, മാനിഫെസ്റ്റേഷൻ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് മൂന്നും ഒരേ ദിശയിൽ സഞ്ചരിക്കേണ്ട ആവശ്യം എന്താണ്, ഇതിന് മൂന്നും കൊഹിറന്റ് ആവേണ്ട ആവശ്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇന്നലെ നമ്മളൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ്സിന്റെ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പൊ ആ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയോ? ലിയാനോ പ്രാക്ടീസ് ചെയ്തിരുന്നോ? യെസ് 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 ചെയ്തിരുന്നു. പ്രാക്ടീസ് ചെയ്തു. ഓക്കെ. നമ്മൾ കഴിഞ്ഞ 4 ദിവസം ഡിസ്കസ് ചെയ്ത ലിയാനോ ഒക്കെ ആ ഒരു ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചോ പെട്ടെന്ന്? തീർച്ചയായിട്ടും മനസ്സിലായി. പറ്റിയിട്ടുണ്ട്. കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അപ്പൊ ആ ഒരു നമ്മളിപ്പോ ആ 4 അത് കഴിഞ്ഞ അടുത്ത ഒരു ഏരിയയിലോട്ട് നമ്മൾ കിടക്കണം. അപ്പൊ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നടപ്പിൽ വരുത്തുക എന്നാണ് അതിന്റെ ഒരു മലയാള അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ പലപ്പോഴും മാനിഫെസ്റ്റേഷൻ നമ്മൾ ആദ്യകാലങ്ങളിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ സീക്രട്ടിന്റെ ബുക്ക് വായിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാണുമ്പോഴും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾക്ക് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അതിൽ ആദ്യം ഇതിലേക്ക് ശ്രമിക്കുന്നത്. ചിലപ്പോൾ പണമായിരിക്കാം, ചിലപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കാം, ആരോഗ്യമായിരിക്കാം, നല്ല ജോലി ആയിരിക്കാം, എന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രാക്ടീസ് ഇപ്പം ഞാനൊന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു 98% സ്റ്റുഡൻസും അവർ ഓൾറെഡി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ടുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിച്ച ആ റിസൾട്ട് വരാതിരിക്കുകയോ, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ റിസൾട്ട് പിന്നീട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യോ പറ്റാതിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു ലെവൽ ഓഫ് നോളജ് എന്ന് പറയുന്നത് അതാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ മിസ്സിംഗ് ഉണ്ട്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ശരിയാകുമെന്നും നമുക്കറിയാം. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ഇപ്പൊ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ എല്ലാവരും ജനറലി മാനിഫെസ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ നേടണം. ചിലപ്പോൾ പെട്ടെന്ന് ഒരു 5 ലക്ഷം രൂപ വേണം, ചിലപ്പം 2 ലക്ഷം രൂപ വേണം. ഇങ്ങനെ പെട്ടെന്ന് പണമാണ് ആദ്യം നടപ്പിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആദ്യമൊക്കെ ശ്രമിച്ചപ്പോൾ അത് നടന്നിട്ടും ഉണ്ടാവാം. പക്ഷെ പിന്നീട് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഒരു മോഡിലേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡിസപ്പോയിന്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു വിഷ്യ സൈക്കിളിലേക്ക് പോകും. അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി വരും, നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും, എനിക്ക് പണ്ട് ഇതുപോലെ വളരെ നന്നായിട്ട് നടന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ, അതായത് ഇന്ന് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നാളെ നമുക്ക് റിസൾട്ട് വേണം. അപ്പോൾ റിസൾട്ട് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ഒരു ഔട്ട്കം ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ റിസൾട്ട് ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് തീർച്ചയായിട്ടും നമ്മളൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം എന്ന രീതി ചെയ്യുന്നതാണ് ഔട്ട്കം ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളിൽ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ മാറും, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് മാറും. നമ്മൾ വന്നിരിക്കുന്ന ഇത്രയും കാലം നമ്മൾ ചെയ്തിരിക്കുന്നതിന്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ റിസൾട്ട് മാറും, അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിസ്റ്റം മാറും. നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി റൂട്ടീൻസ് മാറും, നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോസസ്സ് മാറും. നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു പ്രോസസ്സ് മാറും. നമുക്ക് പല സാഹചര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറും. അപ്പൊ ഈ ഒരു കാര്യം, അതായത് എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, എല്ലാ ദിവസവും എന്താണ് ചെയ്യുന്നത്, അപ്പൊ അതിനെ നമുക്കൊരു സിസ്റ്റം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്ന ഒരു പ്രോസസ് ആയിരിക്കില്ല നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്
ഐഡന്റിറ്റി ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി ബേസ്ഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും അല്ലെങ്കിൽ മാറണം. നമ്മളെക്കുറിച്ചുള്ള തന്നെ നമ്മുടെ സെൽഫ് ഇമേജ് മാറണം. നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മൾ ലോകത്തെക്കുറിച്ചുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ളതും നമ്മളെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് മാറും. ഇതുവരെ ഉണ്ടായിരുന്നതായിരിക്കില്ല നമ്മൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുക. നമ്മുടെ ബിലീഫ്, നമ്മളെ ചില വിശ്വാസങ്ങൾ, നമ്മൾ ചെറുപ്പത്തിലെ തന്നെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ചില ബിലീഫ്, ചില വാല്യൂസ്, ചില അസംഷൻസ്, അതുപോലെ തന്നെ ചില ബയാസ്. നമുക്ക് എല്ലാവർക്കും കൈൻഡ് ഓഫ് ബയാസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയോടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചില ആശയങ്ങളോടൊക്കെ ഉള്ള ചില ബയാസ് ഉണ്ടാവാം. അപ്പം ഇതൊക്കെ മാറുമ്പോഴാണ് എൻറ്റയർലി നമ്മുടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത് നേരെ തിരിച്ചാണ്. അതായത് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് നമ്മളുടെ ഐഡന്റിറ്റി ആണ് ആദ്യം മാറുന്നത്. ഐഡന്റിറ്റി മാറിക്കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രോസസ്സ് മാറിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ചെയ്തു വരുന്ന രീതികൾ അല്ലെങ്കിൽ നമ്മുടെ ആ സിസ്റ്റം മാറിയിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ടുകളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞ ആശയം കിട്ടിയെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ആദ്യമേ അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ആ റിസൾട്ട് അല്ല നമ്മൾ അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിലാണ്. ഐഡന്റിറ്റി ഷിഫ്റ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഔട്ട്കം എന്ന രീതിയിലാണ് നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ പലപ്പോഴും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന്, ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നയാളാണല്ലോ. ഞാൻ സാറ് പറഞ്ഞതുപോലെ ഞാൻ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, ഞാൻ അഫർമേഷൻ ചെയ്യാറുണ്ട്, വിഷൻ ബോർഡ്സ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു 2 ലക്ഷം രൂപ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു വലിയ പ്രൊജക്ട് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അത് നടന്നില്ല. ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഈ ഒരു റൂള് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതായത് നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അതിന്റെ റീസൺ തികയാൻ പോകരുത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോയാൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബ്രെയിനോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് നടക്കാത്തതിന്റെ കുറെ റീസൺസ് ബ്രെയിൻ ഇങ്ങനെ ചകിഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് നമുക്കൊരു കംഫർട്ടാണ് തരുന്നത്. അതായത് ചില കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഗോവിന്ദൻ മാഷ് നന്നായിട്ട് ഈ ജോത്സ്യമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കറിയാം, ഗോവിന്ദൻ മാഷിന്റെ അടുത്ത് വരുന്ന പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഫ്യൂച്ചറിനേക്കാൾ അവർക്ക് അറിയേണ്ടത് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നാണ് അവർക്ക് അറിയേണ്ടത്. അതിന്റെ റീസൺ ആണ് അവർക്ക് അറിയേണ്ടത്. ശരിയല്ലേ ഗോവിന്ദൻ മാഷെ? അതെ സാർ, അതെ അതെ, അല്ലേ? അങ്ങനെയാണ്. അവർക്ക് അറിയേണ്ടത് അതിന്റെ പിന്നിൽ, അത് അവർക്ക് ഒരു പ്രത്യേക ഒരു സുഖം കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറയാം, നിങ്ങളുടെ കാര്യം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഓ അത് ശരി, ഇതാണല്ലേ പ്രശ്നം. പക്ഷെ അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് വലിയ അറിയൊന്നുമില്ല. പക്ഷെ അവർക്ക് ഇത്രയും ചെയ്തു വന്നിരിക്കുന്ന അവര് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് അവർക്ക് അറിയുന്നത്. അത് കിട്ടുന്നതോടുകൂടി അവരുടെ മാനിഫെസ്റ്റേഷൻ നടന്നു, അവർ സംതൃപ്തരായി. അല്ലാതെ അവരുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഈ കാരണങ്ങൾക്കുള്ള റീസൺ കൊടുക്കരുത്. അതായത് എന്തുകൊണ്ടാണ് ഇത് നടന്നത്, ഇനി തിരിച്ചുകൊണ്ട് കേട്ടോ. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സാർ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, അപ്പൊ എനിക്ക് 2 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ എനിക്ക് 5 ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിലേക്ക് വന്നത്, എന്തായിരിക്കും അതിന്റെ കാരണം? അപ്പോഴും ഞാൻ പറയും, നമ്മൾ കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല. വി ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മളതങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അതിന്റെ പിന്നിലെ കാരണം അന്വേഷിക്കാൻ പോകണ്ട. അത് നമുക്കൊരു ഭയങ്കര സുഖം തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ ബ്രെയിൻ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഫോക്കസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒന്നും ഒരു കാരണം അന്വേഷിക്കും. അത് നടന്നില്ലേ, ഓക്കെ, അത് നടന്നില്ല, ഫൈൻ, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അത്ര നോക്കിയാൽ മതി. അല്ലാതെ
പിന്നെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോവുകയും ചെയ്യുക. അത് നമ്മളൊരു ഒരു 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 നമ്മുടെ ഒരു മോട്ടോ ആയിട്ട് വെക്കുക. എപ്പോഴും നമ്മുടെ ബ്രെയിൻ നോർമലി എപ്പോഴും ഒരു കാരണം അന്വേഷിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് ഇനി കാരണം അന്വേഷിക്കുകയും ചെയ്യരുത്, ആ കാരണത്തെക്കുറിച്ച് നിങ്ങൾ അപഗ്രഥിക്കുകയും ചെയ്യരുത്, ഇതേപ്പറ്റി ആരോട് ഡിസ്കസ് ചെയ്യാനും പോകരുത്. നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അതേപ്പറ്റി ഒരു അനാലിസിസ് നടത്തും, എന്തായിരിക്കും സംഭവിച്ചത്. പിന്നെ ഇങ്ങനെ അതൊരു രസമാണ്. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ദയവ് ചെയ്ത് ആ പരിപാടിക്ക് പോരുത്. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് നടന്നില്ലേ, ഓക്കെ, അടുത്തത് അതാണ് നമ്മുടെ, അപ്പൊ തന്നെ നമ്മൾ സ്വിച്ച് ചെയ്യുക അടുത്തതിലേക്ക്. അല്ലാതെ നമുക്ക് അവിടെ ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ല. അവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്റ്റക്കായി നിൽക്കില്ല. നമ്മൾ കാരണം അന്വേഷിച്ച് പോയാൽ നമ്മൾ അവിടെ സ്റ്റക്കാവും, നമ്മൾ വേറൊരു റൂട്ടിലേക്ക് പോകും. അതുകൊണ്ട് ആ വേറെ റൂട്ടൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് എന്താണോ വേണ്ടത് അതാണ് നമ്മുടെ മെയിൻ, അവിടേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഔട്ട്കം ബേസ്ഡ്, അല്ലെങ്കിൽ പ്രോസസ് ബേസ്ഡ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ബേസ്ഡ്. ഇപ്പൊ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ 5th ഡയമെൻഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ലെറ്റ് ഗോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിത് പറയും. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ടിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനല്ല. അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നതൊക്കെ നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് റിസൾട്ടിനെ കൺട്രോൾ ചെയ്യാനല്ല ഇത് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുന്നത് നമ്മളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബാക്കി ആ യാത്രയിൽ ബാക്കി നമുക്ക് വരുന്നതൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി കറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ നമ്മളിലേക്ക് എത്തും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതി. അതാണ് ശരിക്കും 5th ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അവിടെ ഒരു ടെൻഷനോ ഇല്ല, ഇതെന്താണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഇതെന്താണ് കിട്ടാത്തത്, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സമയമേ ഇല്ല. നമ്മൾ ജസ്റ്റ് ഓരോ മൊമെന്റിലും നമ്മൾ ആ ലൈഫ് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറൌണ്ട് 60 to 70,000 തോട്ട്സ് ആണ് ഒരു ദിവസം നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 90% നമ്മുടെ ചിന്തകളും നമ്മൾ ഇന്നലെ ചിന്തിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ടും നമുക്ക് ഏകദേശം ഒരേപോലെ ചിന്തകളാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും അതേ ചിന്ത വരാനാണ് സാധ്യത. അടുത്ത ഒരു 5 വർഷവും 10 വർഷവും ഏതാണ്ട് അതേ ചിന്തകൾ വരാനാണ് നമുക്ക് സാധ്യത. കാരണം നമ്മുടെ ചിന്തകൾ ഒരേപോലെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്ന പ്രത്യേക രീതിയിൽ ആയതുകൊണ്ട് തന്നെയായിരിക്കും ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഒരേപോലെയുള്ള ചിന്തകൾ വരാനാണ് സാധ്യതയുള്ളത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരേപോലെയുള്ള ചിന്തകളാണ് വരുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചിന്തകൾ മാറുമ്പോഴാണ് നമ്മുടെ ആക്ഷൻസ് മാറുള്ളൂ. അപ്പോഴാണ് നമ്മുടെ റിസൾട്ട് മാറുള്ളൂ. അതല്ലാതെ നമ്മൾക്ക് ഒരേ തരത്തിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ഔട്ട്കം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്ക് ഡോക്ടർ ജോർജ് സ്പെൻസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സെയിം തോട്ട്സ് ലീഡ്സ് ടു സെയിം ചോയ്സ്. അതായത് നമ്മൾ ഒരേ തോട്ട്സ് ആണെങ്കിൽ ഒരേ ചോയ്സിലേക്ക് കൊണ്ടുപോകും. സെയിം ചോയ്സ് ലീഡ്സ് ടു സെയിം ബിഹേവിയർ. നമ്മൾ ഒരേ ചോയ്സ് നമുക്ക് ഒരേ ബിഹേവിയർ അല്ലെങ്കിൽ ഒരേ ആക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പം ഒരേ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരേ ബിഹേവിയർ ഒരേ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചോയ്സിനെ തീരുമാനിക്കുന്നത്, നമ്മുടെ ഡിസിഷൻസിനെ തീരുമാനിക്കുന്നത്. ആ ഡിസിഷൻസ് ആണ് നമ്മുടെ ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ ബിഹേവിയർ ആണ് നമുക്ക് എക്സ്പീരിയൻസിനെ സമ്മാനിക്കുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതേ ഫീലിംഗ് സെയിം ഇമോഷൻ തരുന്നത്, അല്ലെ? നമുക്ക് ഒരേ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അതേ ഇമോഷൻ ആയിരിക്കും നമ്മുടെ ബോഡി എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ ഇമോഷൻ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതേ തോട്ടിലേക്കാണ്. അതായത് നമ്മൾ ആ സെയിം ലൂപ്പിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്. അതായത് ചിന്തകൾ ആണ് നമുക്ക് തീരുമാനങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളാണ് നമ്മളെ ആക്ഷൻ തരുന്നത്. ആ ആക്ഷൻ ആണ് നമുക്ക് എക്സ്പീരിയൻസ് തരുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് തരുന്നത്.
ഈ ഇമോഷനും ഫീലിംഗുമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ചിന്തകളും തരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു അപ്വാർഡ് സ്പൈറലിലേക്ക് കൊണ്ടുപോകും. അതേസമയം മോശം ചിന്തകളാണെങ്കിൽ അതൊരു ഡൗൺവാർഡ് സ്പൈറലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ഡയറക്ഷൻ നോക്കി അറിയും ഇപ്പൊ നമ്മൾ ഏത് സ്പൈറലിലാണ് ഓൾറെഡി ഉള്ളതെന്നുള്ളത്. നമ്മളൊരു ഡൗൺവാർഡ് സ്പൈറലിലാണ്, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാറണം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. റൈറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ഐഡന്റിറ്റി ഷിഫ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും നമ്മുടെ ചുറ്റുപാടുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. നമ്മൾ ആഗ്രഹിച്ച ആളുകളും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും അതൊക്കെ അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോർ ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിലായിരിക്കും. ഇപ്പൊ പലപ്പോഴും ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, ബിസിനസ്സിലുള്ള ഉയർച്ചയായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഇന്നലെയും ഒരു ലേഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ സ്റ്റുഡന്റ് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അവർ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് അവർക്ക് സംഭവിക്കുന്നത്. ഞാൻ ഇതേ ഉത്തരവാണ് പറഞ്ഞത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിലാണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി ഷിഫ്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം ചോദിക്കും. എവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് പണം വേണമെന്ന് പറയുന്നതും, നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നതും, നമുക്ക് നല്ല ജോലി വേണമെന്ന് പറയുന്നതും ഒക്കെ, അത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വാഹനം മേടിക്കണമെന്ന് പറയുന്നതൊക്കെ അവസാനം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ചില തരത്തിലുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മുടെ ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാള് എൻ്റെ അടുത്തൊരു കൺസൾട്ടേഷൻ എടുത്ത്, ആ പയ്യന് അവനൊരു മൂവി സ്റ്റാർ ആവണമെന്നാണ് ആഗ്രഹം, സിനിമയിൽ സ്റ്റാർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാണ് സ്റ്റാർ ആവുന്നത്, എന്താണ് നിങ്ങളുടെ? അപ്പൊ പുള്ളി പറഞ്ഞു, ആദ്യം പറയുന്നത് എന്റെ പാഷനാണ് സാർ. അപ്പൊ ഞാൻ പാഷനാണ്, ഓക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അവൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സിനിമാ നടന്റെ ജീവിത ശൈലിയാണ്. ഒരു സുപ്രധാനമാകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രിവിലേജസും അയാൾക്ക് കിട്ടുന്ന ആ ഒരു ലൈഫ് സ്റ്റൈല്, പണം, ഇതെല്ലാം കൂടെ കിട്ടുന്ന ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമാ താരം ആകണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഇമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്കുള്ള ഒരു വഴി മാത്രമാണ് സിനിമാ താരം. അപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഈ നിമിഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കുള്ള അറിവും എക്സ്പീരിയൻസും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ അതിലേക്കുള്ള വഴി നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴുള്ള ബുദ്ധിക്കാണ് നമുക്ക് തോന്നുന്നത് ഇതാണ് അതിന്റെ വഴി എന്നുള്ളത്. ഉദാഹരണം ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ കൊച്ചിയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ബാംഗ്ലൂരാണ് എത്തേണ്ടത്. ഈ ബാംഗ്ലൂരേക്കുള്ള പോകുന്ന വഴിയാണ് തൃശ്ശൂരും കോയമ്പത്തൂരും പിന്നെ സേലവും, ആ റൂട്ടിൽ പോവാം. പക്ഷെ നമ്മളിപ്പോ തൃശ്ശൂർ ചെല്ലുമ്പോൾ അവിടെ റോഡ് പണിയാണ്, നമ്മുടെ അടുത്ത് പറയാണ് മൈസൂർ വഴി പോയിക്കോളൂ, ഡീറ്റൂർ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മൈസൂർ വഴി വണ്ടി പോകും. പക്ഷെ നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് ആകെ, രാത്രിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഒരു 200 മീറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെ, ഇവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂർ വരെ ഒറ്റ ഹെഡ്ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 200 മീറ്റർ വരെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഐഡിയ ഉണ്ട് ബാംഗ്ലൂരാണ് എത്തേണ്ടതെന്നുള്ളത്. അപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന ഒരു 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ നമ്മുടെ ഹെഡ്ലൈറ്റ്, അതായത് നമ്മുടെ ഒരു വിസിബിൾ റേഞ്ച് എന്ന് പറയുന്നത് അതാണ്. ആ റേഞ്ചിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്നതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാം. നമുക്ക് ആഗ്രഹിക്കുക എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എൻഡ് ഇമോഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മളുടെ ബ്രെയിൻ നമ്മളെ ആ വഴിയിലേക്ക് എത്തിക്കും, എതിനെങ്കിലും ഒക്കെ എത്തിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു പുതിയ ഐഡന്റിറ്റി ഷിഫ്റ്റിലേക്ക് മാറുമ്പോഴേക്കും
നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ, അതായത് നമ്മുടെ ബോഡി പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി നമുക്ക് തരും. അത് വളരെ സ്വാഭാവികമാണ്, നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ പല ആളുകളും നമ്മളൊരു പുതിയ ഒരു റെജിമിലേക്ക് മാറുമ്പോൾ, പുതിയൊരു പാറ്റേണിലേക്ക് മാറുമ്പോഴേക്കും ഉണ്ടാവുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ പിന്നെ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ട് എനിക്ക് പ്രതികൂലമായിട്ട് വരുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷൻ ആണ്. നമ്മുടെ ബോഡിക്ക് നമ്മൾ മാറണമെന്ന് പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇതിന്റെ റിയാക്ഷൻസ് പറയുന്നത്. അപ്പം അതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും കൂടുതലായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കെല്ലാം ഒരു ഷോർട്ട് റേഞ്ച് ഗോളുകളുണ്ട്, ചെറിയ ചെറിയ ഇമ്മീഡിയറ്റ് ആയിട്ടൊക്കെ കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന എക്സാമ്പിൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പൊ ബാംഗ്ലൂരാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമുക്കറിയാം കൊച്ചിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ, കൊച്ചിയിൽ നിന്ന് നമ്മൾ കോട്ടയം വഴി അല്ലെങ്കിൽ നമ്മൾ ആലപ്പുഴ വഴി വണ്ടി പോകുന്നതെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്, അല്ലെ? അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ ഒരു ഡീറ്റൂർ ചെയ്ത് വരേണ്ടി വരും. നമ്മൾ തൃശ്ശൂർ സൈഡ് അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏത് വഴിയാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ എങ്കിലും അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഇപ്പോ നമുക്കൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അത് ഏതാണൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ആ ഡയറക്ഷൻ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിയിൽ നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലേക്ക് നമുക്ക് തിരുവനന്തപുരത്തിന് ചെല്ലും. അതല്ല നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നമുക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ് നമുക്കിനി ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്താണ് നമ്മൾ ഇപ്പൊ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആരോടൊക്കെ ആയിരിക്കും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒരു സാമ്പത്തിക നില എന്തായിരിക്കും, നമ്മുടെ ഒരു ഐഡിയൽ ദിവസം എങ്ങനെയായിരിക്കും, ഇതിന്റെ എല്ലാം കൂടെ ഒക്കെ ചേർന്ന ഒരു സാധനമാണ് നമ്മുടെ ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് നാളെയും നാളെ കഴിഞ്ഞു, അതായത് സാറ്റർഡേ സൺഡേ നമുക്ക് ക്ലാസ്സുകളില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്, ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഇനി അടുത്ത സെഷൻ ഉള്ളത് മൺഡേ മോർണിംഗ് ആണ്. അപ്പൊ നമുക്ക് 2 ദിവസം നിങ്ങൾക്ക് ഫ്രീ ഉണ്ട്. അപ്പൊ ഈ 2 ദിവസം ഞാൻ ഇന്ന് ചില ഹിൻസ് തരും. ഇപ്പൊ തന്നെ ലൈവായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ആ ക്വസ്റ്റിനെയർ ഉണ്ട്, ആ ക്വസ്റ്റിനെയർ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിനൊരു തുടക്കം ഇട്ടാലാണ് നിങ്ങൾ അടുത്ത ദിവസം അതിന്റെ മുകളിൽ ഇരുന്ന് നിങ്ങൾ എഴുതുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നാണ് എഴുതേണ്ടത്. അതായത് നമ്മളത് ഒരുപാട് ആലോചിച്ച് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയണ്ട. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന എന്താണ് അത് എഴുതുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു പേപ്പറും പേനയും നിങ്ങളൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എഴുതിപ്പോ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഐഡിയൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും. അതായത് നമ്മളിങ്ങനെ ആലോചിക്കാം, നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഗോളുകളെല്ലാം, നമുക്ക് ആഗ്രഹിച്ച പണവും നമ്മുടെ ജോലിയും അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ സെറ്റ് ആക്കി നമ്മൾ ഒരു ഐഡിയൽ ദിവസം എങ്ങനെയായിരിക്കും. അപ്പൊ അതായത് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വേഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഒരു ഓപ്പൺ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കും, എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, ഇത്രയും കാര്യം പെട്ടെന്ന് എഴുതുക. അതായത് നമുക്കിപ്പോ ഇപ്പൊ പറയുകയാണ്, ഞാനിപ്പോ ഒരു ഐഡിയൽ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ബിസിനസ് യാത്രയിലാണ്. ഞാൻ ഇവിടുന്ന് പിന്നെ ഈ കൊച്ചിയിൽ നിന്ന് ഞാൻ ദുബായിക്ക് ഫ്ലൈ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഞാൻ പിന്നെ കാലിഫോർണിയക്കുള്ള ഫ്ലൈറ്റിലായിരിക്കും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോ. ഒരു 3-4 വേർഡിൽ നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനകത്തുനിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഒരു ഫ്യൂച്ചർ വേർഷൻ നമ്മൾ എവിടെയായിരിക്കും, ഏത് രാജ്യത്തായിരിക്കും, അല്ലെങ്കിൽ
ഏത് സിറ്റിയിലായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇമാജിൻ. ഇപ്പം സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ന്യൂയോർക്ക് സിറ്റി എന്ന് എഴുതിയാൽ എക്സാക്ട്ലി ന്യൂയോർക്ക് സിറ്റി തന്നെ വേണം എന്നില്ല നമ്മൾ ചിലപ്പോൾ വരുന്നത്. അതേപോലെ സിമിലർ ആയിട്ടുള്ള സിറ്റീസും ആവാം. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു കാര്യം എഴുതുക. ഏത് സിറ്റിയിലായിരിക്കും, എവിടെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഏറ്റവും നല്ല ഒരു ഏറ്റവും നല്ല ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു മേ ബി ഒരു 3 to 7 years, ആ ഒരു ഇയേഴ്സിനുള്ളിൽ നമുക്ക് ആവേണ്ടതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഒരു വർഷം ഏകദേശം നമുക്ക് എത്ര പണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും, നമ്മുടെ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര പണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും. ജസ്റ്റ് നമ്മുടെ ഒരു ഒരു വേഗ് ഐഡിയ നമ്മൾ എത്ര പണം ഉണ്ടാവുന്നുണ്ടാവും നമ്മുടെ ഒരു ഐഡന്റിറ്റിയിൽ. നമുക്ക് മാസം എത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന് എഴുതാം, മന്ത്ലി എത്ര ഉണ്ടെന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമതൊന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അപ്പൊ ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയായിരിക്കും ആ പണം സ്പെൻഡ് ചെയ്യുക? ഐ മീൻ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും സേവിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു ലൈഫ് സ്റ്റൈലിൽ എന്നുള്ളത് നമുക്കൊന്ന് എഴുതുക. ജസ്റ്റ് സേവിങ്സ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ബാങ്ക് ബാലൻസ്, എങ്ങനെയായിരിക്കും നമുക്ക് ഇൻകം ഒരു സ്ഥലത്തുണ്ട്, നമ്മുടെ ഒരു ബാലൻസ് എങ്ങനെയായിരിക്കും, FD അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്കുണ്ടാവുക. ഇനി പാസീവ് ഇൻകം എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുന്നുണ്ടോ, പാസീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടോ, ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും? നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് നമ്പർ ഇട്ടിട്ട് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ അയച്ചു തരാം. നിങ്ങൾ ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾ ബോധമാണ്, ഞാൻ അയച്ചു തരാം. ജസ്റ്റ് ഇപ്പൊ നിങ്ങളെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തുടക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഒരു ഐഡിയൽ വെർഷൻ ഇരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും ടേക്ക് കെയർ? നിങ്ങളുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്തായിരിക്കും? നിങ്ങളുടെ സ്റ്റൈലിംഗ് എന്തായിരിക്കും? നിങ്ങളുടെ ഒരു റൂട്ടീൻസ്, ഹാബിറ്റ്സ്, എനർജി എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഞാൻ ഒരു ഹൈ എനർജി ആയിട്ട് എനിക്ക് നല്ലൊരു ഫിറ്റ് ആൻഡ് ട്രിം ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും, ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും. എന്തായിരിക്കും നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്നത് ഫുഡ് കഴിക്കുന്ന നമുക്ക് ഒരു മേ ബി ഒരു പേഴ്സണൽ കുക്കോ അല്ലെങ്കിൽ ഒരു ഷെഫോ നിങ്ങൾക്ക് ഉണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ്, അതൊക്കെ നമ്മൾ എഴുതി വെക്കുക. റൈറ്റ്. അപ്പോ അതാണ് നിങ്ങളുടെ ബോഡി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും നിങ്ങളുടെ ബോഡി എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളത്. എങ്ങനത്തെ ആളുകളായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുള്ളത്? ഐ മീൻ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കുമോ, അതോ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? ചിലപ്പോൾ എന്താണ് ഇലോൺ മസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ട്രംപ് ആയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് ഉള്ളത്? സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ പഴയ കുറെ ഫ്രണ്ട്സ് പോകും. അപ്പോൾ അതുകൊണ്ട് പുതിയ ഏത് തരത്തിലുള്ള ആളുകളായിട്ടായിരിക്കും നിങ്ങൾ സറൗണ്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. ദേവി എഴുതുന്നുണ്ടോ? എഴുതിക്കോളൂ. ഞാൻ ശരി. ഇടയ്ക്കൊന്ന് പുറത്തു അത് പോയി. കുഴപ്പമില്ല. ഇത് നാളത്തേക്കുള്ള ഒരു എക്സസൈസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്നുള്ളത് എഴുതുക. ഞാൻ അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രിയേഷന്റെ ഒരു എക്സസൈസ് ആണ്. നാളെയും നാളെ കഴിഞ്ഞും ചെയ്തിട്ട് തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് ഇതിന് നിങ്ങൾക്കൊരു നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി നമ്മുടെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുക? അതായത് നമ്മൾ യാത്ര ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ ലക്ഷറി അല്ലെങ്കിൽ നേച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അത് നമുക്ക് നോട്ട് ചെയ്യാം. നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് എവിടെയൊക്കെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രാവലിംഗ് ആണോ? നമ്മൾ എന്തൊക്കെയായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഒരു ലക്ഷറീസ് ആയിട്ട് ലൈഫ് എന്തായിരിക്കും? ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എവിടെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യുക.
അപ്പോ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇമോഷണലി നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് നമ്മുടെ ഒരു ഇമോഷൻസ് എന്തായിരിക്കും? അതായത് നമ്മൾ കാം ആയിരിക്കുമോ, ജോയ്ഫുൾ ആയിരിക്കുമോ, വളരെ ഫോക്കസ്ഡ് ആൻഡ് ഫുൾഫിൽ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് പക്ഷേ ഇപ്പം നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഒരു ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കാം, നമ്മൾ ചിലപ്പോൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവാം, ഇറിറ്റേറ്റഡ് ആവാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഐഡിയൽ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? കാം, ജോയ്ഫുൾ, ഫോക്കസ്ഡ് അങ്ങനെ ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക, അത് കറക്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 വേർഡിൽ നിങ്ങളെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട്, അസർട്ടീവ്, ബോൾഡ്, അല്ലെങ്കിൽ ഗ്രൗണ്ടഡ്, മാഗ്നറ്റിക്, എങ്ങനെ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്തായിരിക്കും ഒരു മൂന്ന് വേർഡ് കൊണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ബെസ്റ്റ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നിങ്ങളൊരു ഫ്യൂച്ചർ ലൈഫിന്റെ ഒരു എസെൻസ് നിങ്ങൾ എങ്ങനെയായിരിക്കും ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക? അത് മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 3 വേർഡ് നിങ്ങൾ പെട്ടെന്ന് വരുന്നത് എഴുതി വെക്കുക. ഇനി നമ്മളുടെ നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഐഡന്റിറ്റി ഷിഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രോസസ്സ്, നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ചില റൂട്ടീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? നമ്മുടെ ഒരു റിച്വൽസും ഹാബിറ്റ്സും നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ വീക്കിലിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ റിച്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ വർക്കൗട്ട്, സ്വിമ്മിങ്, എന്താണ് സ്പാ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു റിച്വൽസ് എന്തായിരിക്കും? നമ്മുടെ ആ ഒരു ലക്ഷറീസ് ആയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള റിച്വൽസ് എന്തായിരിക്കും നമ്മൾ ഒരു വീക്കിലി ചെയ്യുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ പെട്ടെന്ന് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, അതായത് നിങ്ങൾ ഒട്ടും ടോളറേറ്റ് ചെയ്യില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും എന്തൊക്കെയായിരിക്കും? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ ഒരിക്കലും ആ, ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ ഒരിക്കലും സഹകരിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു സീറോ ടോളറൻസ് ആണ്. അതുപോലെ നിങ്ങളിപ്പോൾ പറയുകയാണ് ഞാൻ എന്താണ് പിന്നെ സീറോ ടോളറൻസ് ഇപ്പൊ പറയണം. എന്താണ്? അതെ, ഡിസ്റെസ്പെക്ട്. Disrespect. അതെ, ഡിസ്റെസ്പെക്ട്. എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ വാല്യൂ കുറച്ച് കാണുന്ന ആളുകളുമായിട്ട് ഞാൻ കോപ്പറേറ്റ് ചെയ്യില്ല. നമ്മളൊരു ടോളറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു ബൗണ്ടറി എവിടം വരെ ആയിരിക്കും എന്നുള്ളത്. യെസ്, അത് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ബൗണ്ടറീസും സ്റ്റാൻഡേർഡ്സും നമ്മുടെ ഈ ഒരു വെർഷനിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നമ്മുടെ ഒരു ബൗണ്ടറീസും ഒരു സ്റ്റാൻഡേർഡ്സും എന്തൊക്കെയായിരിക്കും? ഇപ്പൊ സ്റ്റാൻഡേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഞാൻ സഞ്ചരിക്കുന്ന എപ്പോഴും ഒരു ബിസിനസ് ക്ലാസ്സിലായിരിക്കും ഞാൻ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഞാൻ സഹകരിക്കുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഇപ്പൊ തോന്നുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ ഇത്രയും കാര്യം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് ഞാൻ റാൻഡം ആയിട്ട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നതാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവാം, ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല.
ഇനി ഇതുപോലെ ഇത് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നും ചിലപ്പോൾ തോന്നും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പം ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ, 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിലേക്ക് എത്തും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഞാന് ഒരു 2010 മുതൽ ഞാൻ ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ക്ലാരിറ്റി നമ്മൾ ബ്രെയിനിൽ കൊടുക്കണം. അപ്പൊ ഈ നമ്മൾ എഴുതുന്നതും ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പോഴാണ് ശരിക്കും ബ്രെയിനിന് അതൊരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ അങ്ങ് പോകും, പക്ഷെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ് നമുക്ക് അതൊരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം. അപ്പൊ ക്ലാരിറ്റി വരുത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഒക്കെ വരും, ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇതിനെ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങൾ അത് സൗകര്യം പോലെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു എക്സസൈസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഇമാജിനേഷന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ലോജിക്കിനെ വിട്ടേരെ. ഇതൊക്കെ നടക്കുമെന്നൊക്കെ നിങ്ങൾ വിട്ടേരെ, ലോജിക്കൊന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട. പക്ഷെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വെർഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് തിരിച്ചറിയുന്നത്. അപ്പൊ ഇതിനൊരു ഒരു നല്ല ക്ലാരിറ്റി കൊടുക്കുക. ഈ പറയുന്ന ഞാൻ അതിന് ഡിസർവിങ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ അതിലേക്ക് എത്തിക്കുള്ളൂ. അതായത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. അപ്പൊ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ കംപ്ലീറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി നടക്കാൻ പോകുന്നതും ചിന്തിക്കാൻ പോകുന്നതും ജീവിക്കാൻ പോകുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു 21 ഡേയ്സിന് ഞാൻ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊരു AI സപ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ ChatGPT-യുടെ ഒരു കാര്യം, ChatGPT നമ്മുടെ ഈ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ കാണിച്ചു തരാൻ ChatGPT അല്ലെങ്കിൽ AI ടൂൾസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ഞാനത് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ബിഹേവിയർ, ഡെയിലി ആക്ഷൻസ് നമുക്ക് ChatGPT-യോട് ചോദിച്ച് ChatGPT നമുക്ക് തരും. അപ്പൊ ഈ ChatGPT-നെ തന്നെ നിങ്ങളുടെ ഒരു മെന്ററായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ചില ടിപ്സ് അതാണ് മെയിൻ. നമ്മുടെ ഈ ഒരു പുതിയ 21 ഡേയ്സിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് നമുക്ക് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് തരും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. അതാണ് ഇതിന്റെ ഗുണം. അതാണ് നമ്മളെപ്പോഴും ഇതിനകത്ത് ചെയ്യുന്നത്, റിപ്പിറ്റേഷൻ ആണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് ChatGPT-നെ നമ്മൾ ട്രെയിൻ ചെയ്താൽ ആ ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ചില സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു പ്രോപ്പർ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് ചില സജഷൻസ് തരും. അത് വളരെ നല്ല സജഷൻസ് ആണ്, വളരെ പവർഫുൾ ആണ്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനാദ്യം വേണ്ടത് എന്താണ് നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ തീരുമാനിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു പിശുക്കും കാണിക്കേണ്ട, ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐഡന്റിറ്റി നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറൈറ്റ്. അപ്പൊ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഗോവിന്ദ മാഷ് ക്ലിയർ ആയി സാർ. ക്ലിയർ ആണ്? ഓക്കെ, യെസ്. ഷീന, ഇടയ്ക്ക് ഇങ്ങനെ കണക്ഷന് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഓക്കെ ഓക്കെ. ഷീന കാനഡയിലല്ലേ? ആ. ഓക്കെ ഓക്കെ. അവിടെ എന്തായി സമയം? സമയം 8:30 ഈവനിങ്. ഓക്കെ. അനസും കാനഡ. അനസ് എവിടെയാണ്? ഞാൻ വാൻകൂവർ ആണ്. എനിക്ക് വാൻകൂവർ ഇവിടെ ആണ്. 5:30 3 5:30. മണിക്കൂർ വ്യത്യാസം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങള് വല്ല വ്യത്യാസമുണ്ട് നിങ്ങളുടെ? ഞാൻ ഒണ്ടേരിയല്ല. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ്. അപ്പം റൈറ്റ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. സംഗീത്, ഷിഫിൽ, നന്ദു, ഓസ്റ്റിൻ, മിത്രൻ സാർ,
സാർ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വിട്ടുതരണേ ഒന്നുകൂടി അതൊക്കെ സെപ്പറേറ്റ് അയച്ചു ആയിട്ട്. തരാം, അതൊക്കെ അയച്ചു തരാം. യെസ്, അത് അയച്ചു തരും. പിന്നെ നമുക്ക് ഒരു കാര്യം, നമ്മളുടെ ഈ ലിങ്ക് നമുക്ക് എന്ന് സെയിം ആയിരിക്കും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ്, നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്സസ് ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആക്സസ് ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ലിങ്ക് എന്ന് സെയിം ആണ്. അപ്പൊ ഇനി ഇൻ കേസ് അങ്ങനെ ലിങ്ക് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ തന്നെ കയറി വരിക. ചിലപ്പോൾ ഞാൻ രാവിലെ ചിലപ്പോൾ അത് മറന്നു പോകും. അപ്പം അതുകൊണ്ട് ലിങ്ക് നിങ്ങൾ ആ സെയിം ലിങ്ക് തന്നെയാണ് ഇൻ കേസ് അത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ. നമ്മൾക്ക് ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്ന മൺഡേ ആണ്. അപ്പൊ മൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ലതായിട്ട് ക്ലാരിറ്റി നിങ്ങളുടെ പേപ്പറിൽ തന്നെ അത് എഴുതുക. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്തതിന്റെ ഇന്നത്തെ നിങ്ങളുടെ ഇൻസൈറ്റ്സ് നിങ്ങൾ നമ്മുടെ എനിക്ക് നിങ്ങൾ അയച്ചു തരിക കേട്ടോ. ഇന്നത്തെ നിങ്ങൾക്ക് എന്താണ് ഇൻസൈറ്റ്സ് കിട്ടിയെന്നുള്ളത് നമ്മുടെ ഒരു റെഗുലർ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഓക്കെ, അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കോർ ആയിട്ടുള്ള നമ്മുടെ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ എനിക്ക് നയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. റൈറ്റ്, അപ്പൊ ഈ എക്സസൈസ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് മൺഡേ കാണാം. ബൈ. താങ്ക് യു സാർ. താങ്ക് യു സാർ. Thank you, sir.